Hi friends, haps of NizarBabu in the material video link എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് വെച്ചാൽ ഇത് തന്നെയാണ് ഗൈസ്. അപ്പോൾ നമ്മളിന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഡ്രോൺ എവിടെ നിന്ന് വാങ്ങി അതുപോലെ തന്നെ ഇതിൻ്റെ റിവ്യൂ കാര്യങ്ങളാണ്. ഇത് ഞാനിവിടെ പൊട്ടിക്കുന്നതിന് മുമ്പുള്ള അൺബോക്സിങ് വീഡിയോസും അതുപോലെ തന്നെ ഇതിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലൊക്കെ വീണ്ടും സ്വാഗതം. അതുപോലെ തന്നെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. ഡ്രോൺ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വീഡിയോ നമ്മൾ ഇതിന് മുമ്പ് ഇറക്കിയിരുന്നു, അത് നിങ്ങൾ സപ്പോർട്ട് ചെയ്തെടുക്കുക. ഈ ഒരു വീഡിയോ മുഴുവനായിട്ട് കണ്ടതിന് ശേഷം അതിൻ്റെ അഭിപ്രായം പറയാം കേട്ടോ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ഡ്രോണിൻ്റെ അൺബോക്സിങ്ങിൽ കിടക്കാം. അപ്പോൾ നമ്മുടെ ഡ്രോൺ DJI Mini 2 ആണ്. ഇതിൻ്റെ കോംബോ പാക്ക് തന്നെ നമ്മൾ വാങ്ങിയിരിക്കുകയാണ് കേട്ടോ. 43,000 രൂപ ഇന്ത്യൻ പ്രൈസ് വരുന്ന ദുബായിൽ നിന്നും 2150 ദിറംസ് കൊടുത്ത് വാങ്ങിയതാണ്. കോംബോയാണ്, എക്സ്ട്രാ 2 ബാറ്ററിയൊക്കെ നമുക്ക് കിട്ടുന്നതാണ്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇതൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. ഇതേപോലെയുള്ള ഒരു പെട്ടിയിൽ നമുക്കൊരു ബാഗിൽ അതിൻ്റെ ഉള്ളിലാണ് സംഭവങ്ങളൊക്കെ കിടക്കുന്നത്. ഇതിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് 249 ഗ്രാമാണ്. 249 ഗ്രാം ആകുമ്പോൾ തന്നെ നമുക്ക് ലൈസൻസിൻ്റെ ആവശ്യമില്ല. 250ൻ്റെ മുകളിലുള്ളത് മാത്രം പറത്താനാണ് നമുക്ക് ലൈസൻസിൻ്റെ ആവശ്യമുള്ളൂ. അപ്പോൾ എന്തായാലും നമ്മൾ ഇതേപോലെയുള്ള ഒരു ബോക്സ് വാങ്ങിയിട്ടുണ്ട്. ഈ ബോക്സ് ഒഴിവാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതാ ഈ ഒരു ബാഗ് ഉണ്ട്. ഈ ബാഗ് നമുക്കൊന്ന് തുറന്ന് നോക്കാം. സിബ് തുറക്കുമ്പോൾ തന്നെ നമുക്ക് കാണാൻ കഴിയുന്നത് ഇതേപോലെ കുറേ സംഭവങ്ങളാണ്. അതിൽ നിന്നും ഒന്നാമതായിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഇതേപോലെയുള്ള ബ്ലാക്ക് ബോക്സ് ആണ്. ഈ ബോക്സ് ഒന്ന് പൊട്ടിച്ച് നോക്കാം. ഇവിടെ കാണുന്നത് ഇതിൻ്റെ കാറ്റലോഗും കാര്യങ്ങളൊക്കെയാണ്. അതുപോലെ തന്നെ ആൻഡ്രോയിഡ്, ഐഫോണിലൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ ആപ്ലിക്കേഷൻ്റെ QR കോഡ്, അതുപോലെ തന്നെ ഇതെങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളതിൻ്റെ മാനുവൽ കാറ്റലോഗും കാര്യങ്ങളൊക്കെയാണുള്ളത്. അപ്പോൾ സംഭവം എന്തായാലും ഇതിനെക്കുറിച്ചൊക്കെ നമുക്ക് കൂടുതലായിട്ട് പിന്നെ പഠിച്ചെടുക്കാം. ഇതൊന്ന് മാറ്റി വെക്കാം. പിന്നീട് നമുക്ക് ഇതേപോലെയുള്ള ഒരു ബ്ലാക്ക് ബോക്സ് കിട്ടിയിട്ടുണ്ട്. ഈ ബ്ലാക്ക് ബോക്സ് ഒന്ന് പൊട്ടിച്ച് നോക്കാം. ഇതാണ് ഇതിൻ്റെ കോംബോ പാക്ക് എന്ന് പറയുന്നത്. എക്സ്ട്രാ കാര്യങ്ങളൊക്കെ വരുന്നത് ഇതിൽ 2 കേബിളുകൾ വരുന്നുണ്ട്, C to C, അതുപോലെ തന്നെ C to ഐഫോണിലേക്ക് കണക്ട് ചെയ്യാനുള്ള 2 കേബിളുകൾ വരുന്നുണ്ട്. പിന്നെ നമുക്ക് കിട്ടിയിരിക്കുന്നത് ഇതേപോലെയുള്ള ഒരു C ചാർജറിൻ്റെ കേബിൾ ഉണ്ട്. അതുപോലെ തന്നെ C അഡാപ്റ്റർ ചാർജർ ഒന്നുണ്ട് നമുക്ക് ഇതിൽ നിന്നും കണക്ട് ചെയ്യാനായിട്ട് ആവശ്യമുള്ള. പിന്നെ ഇതേപോലെയുള്ള ഒരു ചാർജിങ് സിസ്റ്റം ആണുള്ളത്. ഇതിൽ 2 ബാറ്ററി എക്സ്ട്രാ കിട്ടുന്നുണ്ട്. ഇതാണ് കോംബോ പാക്കിൽ എക്സ്ട്രാ വരുന്നൊരു സംഭവം. അതുപോലെ തന്നെ ഇതിൻ്റെ ലീഫും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ 2 ബാറ്ററിയും വരുന്നുണ്ട്. ഇത് നമുക്ക് ചാർജ് ചെയ്യാനുള്ള പോർട്ട് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഭാഗത്താണ്. ഇവിടെ C ചാർജറാണ് നമുക്ക് ഇതിൻ്റെ കൂടെ കിട്ടിയിരിക്കുന്നത്. അത് വെച്ചിട്ട് നമുക്ക് ചാർജ് ചെയ്യാം. അതുപോലെ തന്നെ ഇതിലൊരു USB ഔട്ട്പുട്ടും കാണുന്നു. മൊബൈലൊക്കെ അതുവഴി നമുക്ക് ചാർജ് ചെയ്യാവുന്നതാണ്. അടുത്തായിട്ട് ഇതേപോലെയുള്ള ഒരു കവറുണ്ട്. ഇത് പൊട്ടിച്ച് നോക്കുമ്പോൾ ഇതിൻ്റെ റിമോട്ട് കൺട്രോളാണ് ഈ കാണുന്നത്. ഇത് വളരെ സിമ്പിളായിട്ട് തന്നെ ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള ഒരു റിമോട്ട് കൺട്രോളാണ്. ഇവിടെ സിനിമാറ്റിക്, അതുപോലെ തന്നെ സ്പോർട്സ് മോഡ്, ഇങ്ങനെ 2-3 മോഡൊക്കെ കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഫോട്ടോ എടുക്കാനുള്ള ബട്ടണ്, സൂം അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ബട്ടണ്, ഇങ്ങനെയുള്ള വളരെ സിമ്പിളായിട്ട് ഉപയോഗിക്കാൻ പറ്റിയ സിസ്റ്റം. ഇവിടെയാണ് നമ്മൾ മൊബൈൽ കണക്ട് ചെയ്യേണ്ടത്. ഇവിടെ ഈ ഒരു കേബിൾ വഴി നമ്മൾ മൊബൈലിലേക്ക് കൊടുക്കുന്നു. ഇവിടെ അതിനാണ് ആദ്യത്തെ ഈ ഒരു പിൻ ഉപയോഗിച്ചിട്ടോ. ഈ ഒരു പിൻ ഉപയോഗിച്ചിട്ട് നമുക്ക് ആൻഡ്രോയിഡ് ആണെങ്കിൽ ആൻഡ്രോയിഡ്, അല്ലെങ്കിൽ ഐഫോണിലേക്ക് കണക്ട് ചെയ്യാം. അതുപോലെ ഇതിൻ്റെ ജോയ്സ്റ്റിക്ക് ഈ ഒരു നോബ് വരുന്ന ഈ ഭാഗത്താണ്. ഇത് ഇതേപോലെ കണക്ട് ചെയ്ത് കൊടുക്കുക. എന്നതിന് ശേഷം ഓണാക്കാം. ഇത് റൈറ്റ് ലെഫ്റ്റ് ഒക്കെ തിരിക്കാനും അതുപോലെ തന്നെ ഇടത്തെ ഭാഗത്തുള്ളത് മുകളിലേക്ക് പൊക്കാനും താത്താനൊക്കെ ഉള്ളതാട്ടോ. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ നമുക്ക് കൂടുതലായിട്ട് പിന്നീട് നോക്കി പഠിക്കാം. ഇതാണ് നമ്മുടെ ഡ്രോൺ കേട്ടോ. ഡ്രോൺ എന്ന് പറയുന്ന ചെറിയ കുഞ്ഞു ഡ്രോണാണ്. വളരെ എന്താ പറയുക, കയ്യിൻ്റെ മൊബൈലിൻ്റെ അത്രയും കൂടും വലുപ്പമില്ലാത്ത ചെറിയ ഡ്രോണാണ് കേട്ടോ. ഇതിനെ ഈ ഒരു ലോക്ക് നമുക്ക് പൊട്ടിയേക്കാം. ഇതേപോലെ കെട്ടി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇത് മാറ്റി കൊടുത്തു. അതിനുശേഷം മുന്നിൽ ഇതേപോലെ ക്യാമറ വരുന്നുണ്ട്. ക്യാമറക്കൊന്നും പറ്റാതിരിക്കാൻ വേണ്ടി ഇതേപോലെ ഒരു കവർ വരുന്നുണ്ട്. അപ്പോൾ ഈ സ്റ്റിക്കറും കാര്യങ്ങളൊക്കെ ഒഴിവാക്കിയതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഇതൊക്കെ ഒന്ന് പൊട്ടിച്ച് നോക്കാം. അതുപോലെ തന്നെ ഇതിൻ്റെ ലീഫ് ഉണ്ടോ, ആദ്യം തന്നെ ഈ 2 മുകളിലുള്ള 2 നിവർത്തി കൊടുക്കുക. അതിനുശേഷം താഴെയുള്ളത് അടിഭാഗത്തേക്ക് വെച്ച ശേഷം നിർത്തി കൊടുക്കുക കേട്ടോ. ഇതൊക്കെ ഇവിടെ ശ്രദ്ധിക്കാം കേട്ടോ, അല്ലെങ്കിൽ പൊട്ടിപ്പോവും. വളരെയധികം ശ്രദ്ധിച്ചുകൊണ്ട് അങ്ങനെ നമ്മുടെ ഡ്രോൺ റെഡി ആയിരിക്കുകയാണ്. ഇതിൻ്റെ ബാക്കിൽ ഈ ഒരു ഭാഗത്താണ് നമ്മൾ ബാറ്ററി ഇട്ട് കൊടുക്കുന്നത്. ഇതിൻ്റെ കൂടെ ഒരു ബാറ്ററി ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ടാവും. അങ്ങനെ 3 ബാറ്ററികൾ നമുക്കുണ്ടാവും മൊത്തത്തിൽ. ഇവിടെ മെമ്മറി കാർഡ് ഉപയോഗിക്കാം. അതുപോലെ തന്നെ ഡയറക്റ്റ് വേണമെങ്കിൽ ചാർജ് ചെയ്യാം കേട്ടോ. കോംബോ ബാക്ക് അല്ലെങ്കിൽ ഇതിൽ ഡയറക്റ്റ് ഇതേപോലെ ചാർജ് ചെയ്തൊക്കെയാണ് ചെയ്യേണ്ടത് കേട്ടോ. 31 മിനിറ്റാണ് ഇപ്പോൾ ഫ്ലൈയിങ് ടൈം പറയുന്നത്. ഇനി നമുക്ക് ഈ ഒരു ക്യാമറയുടെ ഭാഗം നോക്കാം. ഇതവിടെ ഈ ക്യാമറയുടെ ഭാഗം ഇവിടെ സ്റ്റിക്കറൊക്കെ വെച്ചിട്ടുണ്ട്. നല്ല അടിപൊളി ജിമ്പൽ കാര്യങ്ങളൊക്കെ ഉള്ള സംഭവമാണ്. പിന്നെ സെൻസർ ഉണ്ട്, 2 സെൻസർ മുന്നിലും അതുപോലെ തന്നെ താഴെ 2 സെൻസറും ഉണ്ട്. സൈഡിൽ സെൻസർ ഇല്ല എന്നുള്ള ഒരു പ്രോബ്ലം തന്നെ ഉണ്ട് കേട്ടോ. സൈഡിലേക്ക് തട്ടും, അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോൾ ഈ ഒരു ബട്ടൺ ഉപയോഗിച്ചിട്ടാണ് ഇത് ഓൺ ആക്കേണ്ടത്. അങ്ങനെ നമ്മുടെ ഡ്രോണിൻ്റെ ഈ ഒരു ബാഗിൽ എന്തൊക്കെ ബാക്കിയുള്ള സംഭവങ്ങൾ നോക്കാം. ഇവിടെ ബാഗിൻ്റെ ഈ ഒരു സൈഡിലായിട്ട് ഇതിൻ്റെ എക്സ്ട്രാ ലീഫും കാര്യങ്ങളൊക്കെ, എവിടെയെങ്കിലും തട്ടിയിട്ട് ലീഫ് പൊട്ടുകയാണെങ്കിൽ അത് മാറ്റാനുള്ള ലീഫുണ്ട്. അതുപോലെ തന്നെ 2 കൺട്രോളർ, നമ്മളെ ജോയ്സ്റ്റിക്കിൻ്റെ മുകളിലുള്ള നോബ് 2 ഉണ്ട്. അതുപോലെ ഒരു സ്ക്രൂ ഡ്രൈവർ ഉണ്ട് കേട്ടോ.
അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമ്മുടെ ഈ ഒരു പാക്കിലുള്ളത്, കോംബോ പാക്കിലുള്ളത്. ഇനി നമുക്കിതൊന്ന് വർക്ക് ചെയ്ത് നോക്കാം. അതിനായിട്ട് DJIയുടെ ആപ്ലിക്കേഷൻ ആദ്യം തന്നെ ഡൗൺലോഡ് ചെയ്തെടുക്കാം. അപ്പോൾ ഇനി നമ്മൾ ഡ്രോൺ പറത്താൻ പോവുകയാണ്. അതിനായിട്ട് ഇതാ ഡ്രോണിൻ്റെ ബാറ്ററിയും അതുപോലെ തന്നെ അതിൽ മെമ്മറി കാർഡും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. മെമ്മറി കാർഡ് ഉണ്ടെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് 4K കാര്യങ്ങളൊക്കെ റെക്കോർഡ് ചെയ്യണമെങ്കിൽ മെമ്മറി കാർഡ് തന്നെ വേണം. അതിൻ്റെ ഒറിജിനൽ ഫയൽ കിട്ടണമെങ്കിൽ മെമ്മറി കാർഡിലായിട്ട് റെക്കോർഡ് ആകുക. അല്ലെങ്കിൽ നമുക്ക് ബാക്കപ്പ് ആയിട്ട് അല്ലെങ്കിൽ ഒരു സ്റ്റോറേജ് ആയിട്ട് നമ്മുടെ റിമോട്ട് കൺട്രോളിലുള്ള മൊബൈൽ നമ്മൾ കണ്ടുവല്ലോ, അതിലും റെക്കോർഡ് ആവുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്താ നമ്മൾ ചെയ്യാൻ പോകുന്നത്, ആദ്യം ഈ ഒരു ഡ്രോൺ എടുത്തതിന് ശേഷം ഈ ഒരു ബട്ടൺ ഒരു പ്രാവശ്യം പ്രസ് ചെയ്യുക. അപ്പോൾ അതിൻ്റെ ചാർജ് കാണിക്കും. അതിനുശേഷം നമ്മൾ ലോങ് പ്രസ് ചെയ്ത് പിടിക്കുക കേട്ടോ. ഓക്കെ, ജസ്റ്റ് ഒന്ന് ഇളകുന്നതാണ്. പിന്നെ അതിനുശേഷം ഉണ്ടോ ക്യാമറ ഒക്കെ ഒന്ന് തിരിഞ്ഞ് ഓക്കെ. ഇപ്പം നമ്മൾ ഡ്രോണ് റെഡി ആയിരിക്കുകയാണ് പറക്കാനായിട്ട്. ഇനി നമുക്കിത് ഇവിടെ എവിടെയെങ്കിലും ഒന്ന് വെക്കട്ടോ, ജസ്റ്റ് ഒന്ന്. അടുത്തായിട്ട് നമ്മൾ റിമോട്ട് കൺട്രോൾ ഓൺ ചെയ്യാൻ പോവുകയാണ്. അതുപോലെ തന്നെ മൊബൈൽ ഇവിടെ കണക്ട് ചെയ്തിട്ടുണ്ട്. അതിനായിട്ട് ആദ്യം തന്നെ ഈ ഒരു കേബിൾ ഇവിടെ നിന്നും ബാക്കിൽ നിന്നും വരുന്ന ഈ ഒരു കേബിൾ ഇവിടെ നമുക്കൊന്ന് കണക്ട് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അതിനുശേഷം ഇതും ഇതേപോലെ ഒരു പ്രസ് ചെയ്യുക, അടുത്ത് ലോങ് പ്രസ് ചെയ്യുക. അപ്പോൾ ഇതേപോലെ ഓൺ ആവുന്നതാണ്. അപ്പോൾ ഗൈസ് ഇതാ ആപ്ലിക്കേഷൻ ഓണായി വന്നിട്ടുണ്ട്. ഇതാണ് DJIയുടെ ആപ്ലിക്കേഷൻ. ഗോ ഫ്ലൈ എന്ന് കൊടുക്കുക. അപ്പോൾ അവൈലബിൾ ആണെന്ന് കാണിക്കുന്നുണ്ട്. ഈ ക്യാമറയും കാര്യങ്ങളൊക്കെ ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. നമ്മുടെ കയ്യിലുള്ള ഡ്രോണിൻ്റെ അടുത്തുള്ള ആ വിഷ്വലാണ് ഈ കാണുന്നത് കേട്ടോ. ഉണ്ടോ, ഈ ഒരു പാടവും കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ കാണുന്നത്. ഓക്കെ ഗൈസ്, ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇവിടെയാണ് ഇതിൻ്റെ ടേക്ക് ഓഫ്. ഇത് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇത് അമർത്തി പിടിച്ച് കഴിഞ്ഞാൽ ടേക്ക് ഓഫ് ആവുന്നതാണ്. അപ്പോൾ നമ്മൾ ടേക്ക് ഓഫ് ചെയ്യാൻ പോവുകയാണ്. കറക്റ്റായിട്ട് തന്നെ നമ്മളിതാ നെക്കി പിടിക്കുന്നു. അപ്പോൾ ഗൈസ് സംഭവം അതാണ്, വളരെ സിമ്പിളായിട്ട് നമ്മൾ വിചാരിച്ച അതേപോലെ തന്നെ ഇങ്ങനെ നമുക്ക് കയ്യിലേക്ക് തന്നെ ലാൻഡ് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പം ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ജസ്റ്റ് ഇതിൻ്റെ പറപ്പിക്കുന്ന രീതിയും കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് ചെക്ക് ചെയ്യാം. വീണ്ടും ടേക്ക് ഓഫായി. അപ്പോൾ നമുക്ക് എങ്ങോട്ട് വേണമെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ. വളരെ സിമ്പിളായിട്ട് തന്നെ കേട്ടോ. ക്യാമറയുടെ മുന്നിലേക്ക് വേണമെങ്കിൽ അത്ര അടുപ്പിച്ച് നിർത്താം. അപ്പോൾ ആ സിമ്പിളായിട്ട് തന്നെ നമ്മൾ പൊക്കിയിരിക്കുകയാണ്. വളരെ സിമ്പിളായിട്ട് ആർക്കും പൊക്കാം, താത്താം. അതുപോലെ തന്നെ ഇതിൻ്റെ ഈ ബട്ടണില്ല, ഈ ബട്ടൺ മുകളിലേക്കും ഇത് അടിയിലേക്കും കേട്ടോ. ഇത് മുകളിലേക്ക്, ഇത് അടിയിലേക്ക്. അതുപോലെ തന്നെ ഈ ഒരു ബട്ടണ് സൈഡിലേക്ക്, ഈ ഒരു ബട്ടൺ ഈ സൈഡിലേക്ക്. ഇത് ബാക്കോട്ട്, ഇത് ബാക്കോട്ട്. ഇത് മുന്നോട്ട് വെച്ചാൽ മുന്നോട്ട്. ഓക്കെ, ഇനി ഇതിൻ്റെ വിഷ്വലും കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം. 4Kയിലിട്ടിട്ട് ചെക്ക് ചെയ്യാം. പക്ഷേ എനിക്ക് 4Kയിലിട്ടിട്ട് എഡിറ്റ് ചെയ്യാൻ ഇവിടെ വീട്ടിലായതുകൊണ്ട് ഒരു സംവിധാനമില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ 1080 മാത്രമേ ഇട്ടിട്ടുള്ളൂ. കാരണം എഡിറ്റ് ചെയ്യും കാര്യങ്ങളൊക്കെ വേണമല്ലോ, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് പൊക്കാൻ പോവാണ്. എത്രത്തോളം പൊങ്ങുന്നില്ല കാര്യങ്ങളൊക്കെ നോക്കാം. ഓക്കെ, ഇനി ഇതിലും പാടുള്ള വിഷ്വൽസ് കാണിച്ചു തരാം കേട്ടോ. നമ്മളിത് റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പൊക്കാവുന്നതാണ്. ജസ്റ്റ് ഒന്ന് ചെറിയതായിട്ടൊന്ന് പൊക്കി വെക്കാം. ക്യാമറ ജസ്റ്റ് ഒന്ന് താത്തി കൊടുക്കാം. ഓക്കെ ഗൈസ്, സംഭവത്തിൽ എന്താ പ്രശ്നം വെച്ചാൽ ഇതുണ്ടോ, ഇനി പൊങ്ങൂല. ഇത് മാക്സിമം 15 മീറ്റർ മാത്രമേ പൊങ്ങുള്ളൂ കേട്ടോ. ഇതൊരു ചെറിയൊരു പ്രശ്നമാണ്. ചെറിയതല്ല, വലിയൊരു പ്രശ്നം തന്നെയാണ്. മാവിക്ക് മിനി 2 ഒരു പ്രോബ്ലമാണ്. പക്ഷെ നമ്മളെ കയ്യിൽ Air 2 കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് എൻ്റെ ഒരു സുഹൃത്തിൻ്റെ അടുത്തുള്ളതാണ്. നമ്മൾ ആദ്യം വിഷ്വൽ ഷൂട്ട് ചെയ്തത്, നമ്മൾ വലിയ വിഷ്വൽസൊക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അതൊക്കെ ആ Air 2 നമ്മൾ ഷൂട്ട് ചെയ്തിട്ടുള്ള സംഭവങ്ങളാട്ടോ. അപ്പോൾ എന്തായാലും ഇതിൻ്റെ ഒരു കാഴ്ചകളുണ്ടോ, നിങ്ങളിപ്പോൾ വീഡിയോയിൽ കാണുന്നുണ്ടാവും. ഈ ഒരു പാടത്തിൻ്റെയൊക്കെ നല്ല അടിപൊളി ഭംഗിയുള്ള കാഴ്ചകൾ ഇങ്ങനെ കാണുന്നുണ്ട്. അപ്പോൾ സംഭവം ഇതാണ്. ഇത് നമ്മൾ പ്രതീക്ഷ തന്നെയാണ് 15 മീറ്ററേ പൊങ്ങാൻ പറ്റുള്ളൂ ഇന്ത്യയിൽ എന്നുള്ളത്. ഇതിൻ്റെ ഇനി എന്തെങ്കിലും കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണെന്നുള്ളത് കൂടുതലായിട്ട് അറിയില്ല. എന്തായാലും നല്ല അടിപൊളി ക്വിക്ക് ഷോട്ട് കാര്യങ്ങളൊക്കെ ഇത് ഉപയോഗിക്കട്ടോ. ഇതിൻ്റെ ഒരു ക്വിക്ക് ഷോട്ട് ഞാൻ കാണിച്ചു തരാം. ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഒന്ന് ഇറക്കട്ടെ. കേട്ടോ, നമ്മളടുത്ത് തന്നെ എത്തിയിട്ടുണ്ട് ഗൈസ്. സംഭവം സിമ്പിളായിട്ട് നമുക്ക് ആർക്കും ഉപയോഗിക്കാൻ പറ്റും എന്നുള്ളൊരു സംഭവത്തിലുണ്ട് കേട്ടോ. കാരണം സിമ്പിളായിട്ട് തന്നെ പറപ്പിക്കാം കേട്ടോ. കറക്റ്റായിട്ട് തന്നെ പറപ്പിക്കാവുന്ന കേട്ടോ. ഇനി ഇതിൻ്റെ ഒരു ഷോട്ട് ഞാൻ കാണിച്ചു തരാം. ജസ്റ്റ് ഒന്ന് ബാക്കിലോട്ട് വെക്കാം. നെക്സ്റ്റ് ഷോട്ട് എന്താണെന്ന് വെച്ചാൽ ഇതിന് ഒരു പ്രത്യേക ഫെസിലിറ്റി ഉണ്ട്. അതെന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ക്വിക്ക് ഷോട്ട് എന്ന് പറഞ്ഞിട്ടൊരു സംഭവം കേട്ടോ. ഇതിലുണ്ടോ, ഇതിലൊരു ക്വിക്ക് ഷോട്ട് എന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട്. ഈ ക്വിക്ക് ഷോട്ടിലൊരു ഡ്രോണി, സർക്കിള്, ഹെലിക്സ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സംഭവങ്ങളുണ്ട്. അത് ഓട്ടോമാറ്റിക് തന്നെ നമുക്ക് പറപ്പിക്കാൻ പറ്റിയൊരു സംഭവമാണ്. അതിൽ പറ്റിയ നമുക്ക് എന്താ ജസ്റ്റ് ഒരു ഡ്രോണി ഷോട്ട് നോക്കാം.
ഡ്രോൺ ഷോട്ട് നോക്കുമ്പോൾ നമ്മൾ ഇതേപോലെ നമ്മളെ സെലക്ട് ചെയ്യാം കേട്ടോ. നമുക്ക് ഏതാ വെച്ചാൽ ആ പോയിന്റ് സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ സ്റ്റാർട്ട് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. കേട്ടോ ഗൈസ്, ഒരു ഡ്രോൺ ഷോട്ടായിട്ട് അതിന് ഓട്ടോമാറ്റിക് അങ്ങനെ പോകുന്ന കേട്ടോ. കേട്ടോ, അപ്പോൾ നമ്മളെ ഫോക്കസ് ചെയ്തിട്ട് ഇപ്പോൾ ഈ വിഷ്വൽ നിങ്ങൾ കാണുന്നുണ്ടാവും. അതേപോലെ തന്നെ നമ്മൾ ഫോക്കസ് ചെയ്തിട്ട് ഡ്രോൺ ഷോട്ട് അങ്ങനെ ഒരു ലെവലിൽ ഇങ്ങനെ പോകുന്നതാണ്. കറക്റ്റായിട്ട് തന്നെ വർക്ക് ചെയ്യും, നമ്മളൊന്നും ചെയ്യേണ്ട. അത് ആ ഒരു ലെവൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങോട്ട് തന്നെ തിരിച്ചു വരും കേട്ടോ. കേട്ടോ വരുന്നുണ്ട്. അപ്പോൾ അതാണ് ആ ഷോട്ട്. അടുത്ത ഷോട്ട് കാണാൻ പോകുന്നത് കറക്റ്റ് ഇവിടെ തന്നെ വന്ന് നോക്കും കേട്ടോ. അടുത്ത ഷോട്ട് എന്ന് പറയുന്നത് ഡ്രോണിയല്ല, അടുത്ത ഷോട്ട് റോക്കറ്റ് ഷോട്ടാണ്. റോക്കറ്റ് ഷോട്ടിലാണെങ്കിൽ പിന്നെ സെലക്ട് ചെയ്തു, അതിന് ശേഷം സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ കണ്ടോ, ജസ്റ്റ് ഒന്ന് കാണാം, നിങ്ങൾക്ക് തന്നെ കാണാം. കണ്ടു നേരെ മുകളിലേക്ക് കേട്ടോ പൊങ്ങി പോണേ കേട്ടോ. ഓ ഗൈസ്, സംഭവത്തിൽ നമ്മളൊന്ന് കൺട്രോൾ, ഞാൻ ഒരു കൺട്രോൾ ചെയ്യില്ല കേട്ടോ, അത് അതിൻ്റെതായ ഇഷ്ടത്തിന് പോകണം കേട്ടോ. അപ്പം ഇനി നമുക്ക് ടേക്ക് ഓഫ് ചെയ്യാം. ടേക്ക് ഓഫ് ചെയ്യാനായിട്ട് ഇതാ കൈ ഇറക്കണം എന്നുണ്ടെങ്കിൽ തന്നെ ജസ്റ്റ് ഒന്ന് ഇതേപോലെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ടേക്ക് ഓഫ് ആയിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് വേണ്ടി പറപ്പിച്ച് തന്നുള്ളൂ. ഇനി കൂടുതലായിട്ട് ഇതിനെക്കുറിച്ചൊക്കെ ഒന്ന് പഠിക്കണം. 15 മീറ്റർ മാത്രമേ പൊങ്ങുന്നുള്ളൂ. പിന്നെ നമ്മൾ ഫസ്റ്റ് വിഷ്വൽ ഇട്ടിരുന്നു, ആ ഫസ്റ്റ് വിഷ്വലിൽ ഇഷ്ടംപോലെ വീഡിയോസ് ഉണ്ട്. ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന വിഷ്വലില്ലേ, ഇത് ഞാൻ ഈ ഒരു മലമുകളിൽ നിന്നും പറത്തിയത് കൊണ്ടുള്ളൊരു വ്യൂ ആണ് കേട്ടോ. നല്ല അടിപൊളി വ്യൂ ആണ്. നല്ല ഹൈറ്റിൽ നിന്നും പറത്തി കഴിഞ്ഞാൽ നല്ല ക്ലിയർ ആയിട്ട് തന്നെ കിട്ടുന്നുണ്ട്. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഇനി കാണാൻ പോകുന്ന ഈ ഒരു വ്യൂ എന്ന് പറയുന്നത് ഏകദേശം 300 മീറ്ററിൻ്റെ മുകളിൽ പൊങ്ങിയതാണ്. അത് ഞാൻ എൻ്റെ സുഹൃത്തിൻ്റെ എയർ 2 വെച്ചിട്ടുള്ള പൊക്കിയിട്ടുള്ള ആ ഒരു വിഷ്വൽസ് ഇതിലേക്ക് മാച്ച് ചെയ്താട്ടോ, അങ്ങനെ എഡിറ്റ് ചെയ്തതാണ്. അപ്പോൾ ഈ 2 ഡ്രോണിൻ്റെ ഷോട്ടുകൾ നമ്മൾ ഈ ഒരു ചാനൽ വരുന്നതാണ്. എയർ 2 കുറച്ച് പഴയതാണ്, കുറച്ച് മുമ്പ് വാങ്ങിയതാണ്. അതെന്തായാലും എന്താ പറയുക, കൂടുതലായിട്ടൊന്നും പറയാനില്ല. ഇന്നത്തെ വീഡിയോ ഇതാണ്. ഡ്രോണിനെ കുറിച്ചുള്ളൊരു ബേസിക് ആയിട്ടുള്ള എനിക്ക് കിട്ടിയ സംഭവങ്ങൾ നിങ്ങൾക്കായിട്ട് പറഞ്ഞു തന്നത് മാത്രമേ ഉള്ളൂ. നിങ്ങൾക്കൊരു വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നത്, എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ള അഭിപ്രായം പറയുക. ഇനി ഇത് വെച്ചിട്ട് കൂടുതൽ കിടിലം വീഡിയോസൊക്കെ വരുന്നതാണ്. അതുപോലെ തന്നെ ഈ ആപ്സ് NizarBabu എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ എന്തിനാണെന്നുള്ളത് പലരും ചോദിച്ചിരുന്നു. ഇതൊരു പേഴ്സണലായിട്ട് ഞാൻ എൻ്റെ ഒരു ആവശ്യത്തിന് വേണ്ടി വെറുതെ ഒരു എന്താ പറയുക, നമ്മളൊരു പ്രൊഫൈലായിട്ട് തുടങ്ങിയതാണ്. നമ്മൾ മാസ്റ്റർ പീസ് വ്ളോഗിലും മാസ്റ്റർ പീസ് ലൈവിലൊക്കെ നമ്മൾ എന്താ ചെയ്യുന്നത്, ഒരു കണ്ടൻറ്റ് ബേസിലാണല്ലോ യൂട്യൂബ് ചാനലിൽ വീഡിയോ ചെയ്യുന്നത്. എന്തെങ്കിലും ഒരു കണ്ടൻറ്റിനെ കുറിച്ചുള്ള വീഡിയോ ചെയ്യാറുള്ളത്. ഇതിപ്പോൾ ആധികാരികമായിട്ട് നടക്കുന്ന വിഷയത്തെക്കുറിച്ചും അതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലുമൊക്കെ അഭിപ്രായങ്ങൾ പറയാൻ വേണ്ടിയുള്ള ഒരു യൂട്യൂബ ചാനൽ. അതുപോലെ തന്നെ ഇതേപോലെ ഡ്രോൺ ഷോട്ടുകളും വ്യത്യസ്തമായിട്ടുള്ള പല സംഭവങ്ങളും നമ്മുടെ നാട്ടിൻപുറത്തുള്ള പല കാഴ്ചകളും നിങ്ങൾക്ക് കാണാവുന്ന കേട്ടോ. അപ്പോൾ സപ്പോർട്ട് ചെയ്യാൻ കഴിയുന്നവരൊക്കെ സപ്പോർട്ട് ചെയ്യുക. 1500 മുകളിൽ സബ്സ്ക്രൈബേഴ്സ് ഇപ്പോൾ തന്നെ ഒരു വീഡിയോ ആയപ്പോൾ ആയിട്ടുണ്ട്. ആ ഒരു വീഡിയോ നിങ്ങൾ കാണാത്തവരുണ്ടെങ്കിൽ ഇതാ അവസാനം ഒരു എൻ്റെ സ്ക്രീനിൽ നമ്മൾ കൊടുക്കുന്നുണ്ട്, ആ വീഡിയോ കാണുക. പിന്നെ എന്താ പറയുക, ഇതിൻ്റെ വിലയും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു. പിന്നെ ഇപ്പോൾ കൂടുതലായിട്ടൊന്നും പറയാനില്ലാന്ന് തോന്നുന്നുണ്ട്. നല്ലൊരു കിടിലം വീഡിയോ ആയിട്ട് വേണ്ടി കാണാം. ബൈ ബൈ.